ഗൈസ്, വെൽക്കം ടു CodeCoders മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ റേറ്റ് ഓഫ് പിരമിഡ് പാറ്റേൺസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഞാനത് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പ്രോഗ്രാമർ എന്ന നിലയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോളം എന്താണ്, അതുപോലെ റോസ് എന്താണെന്ന്. ഓക്കെ, ഇപ്പോൾ കോളം എന്ന് പറയുന്നത് ഇപ്പോൾ 1, 2, അതുപോലെ 3, 4, 5. ഇപ്പോൾ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നതാണ് കോളം എന്ന് പറയുന്നത്. അതുപോലെ താഴോട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുന്നത് 2, 3, 4, 5. ഇതാണ് റോസ് എന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മുടെ എല്ലാ വീഡിയോസിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര റോസാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, റോസ് നമുക്ക് 5 റോസ് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേണ്ടത് ഫസ്റ്റ് നമ്മളൊരു ഫോർ ലൂപ്പാണ്. ഓക്കെ, ഫോർ ലൂപ്പ് അതിൽ ഇൻറ്റ് ഐ അസൈൻ നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഐ ഏതുവരെ, ഐ ലെസ് ദാൻ റോസ് വരെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് I++, ഐ ഓരോ ലൂപ്പ് കഴിഞ്ഞാലും ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് I++. ഓക്കെ, ഈ ഫസ്റ്റുള്ള മെയിൻ ഫോർ ലൂപ്പിൻ്റെ എന്താണെന്ന് യൂസേജ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ കോളംസ് ഇങ്ങനെ ഓരോ കോളംസായിട്ട് ഐട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നർ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിന് നെക്സ്റ്റ് വേരിയബിൾ നെയിം കൊടുക്കാം, ജെ എന്ന് കൊടുക്കാം. ജെ നമ്മൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ. നമ്മളിവിടെ ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ എന്നാണ് കൊടുത്തത്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൽ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ഇവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോവാം. പ്രിൻ്റ് ഓഫ്. ഓക്കെ, നമുക്ക് സ്റ്റാറാണ് ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, അത് സെമികോളൻ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇന്നർ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻ്റ് എഫ്. ഓക്കെ, ഈ സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ കോളങ്ങൾ നമുക്ക് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ലൂപ്പ് യൂസ് ചെയ്യുന്നു. അതുപോലെ ഇന്നർ ലൂപ്പ് യൂസ് ചെയ്യുന്നത് പ്രിൻ്റ് എഫ്. ഓക്കെ, സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐൻ്റെ നമ്പർ എത്ര ആണോ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഓരോ സ്റ്റാർ പ്രിൻ്റ്, അതായത് ഓരോ ഇന്നർ ലൂപ്പിൻ്റെ പ്രിൻറ്റിങ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് പോകണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ /n യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഐൻ്റെ എണ്ണത്തിനനുസരിച്ച്, അതായത് ഐ ഒരു തവണയാണ് ഇപ്പം ഇവിടെ ഐട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്നർ ലൂപ്പിൽ ഒറ്റ പ്രാവശ്യമാണ് നമുക്ക് പ്രിൻ്റ് എഫ്, ഈ ഒരു ഫോർ ലൂപ്പ് ഒരു പ്രാവശ്യമാണ് ഇവിടെ റണ്ണായത്. നെക്സ്റ്റ് കേസിൽ എന്തായി, ഐൻ്റെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെൻ്റ് ആയി. ആ ഒരു ടൈമിൽ നമുക്ക് ഇന്നർ ലൂപ്പ് എത്ര പ്രാവശ്യം പ്രിൻ്റ് ചെയ്ത്, 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്ത്. അതുപോലെ നമുക്ക് 3 പ്രാവശ്യം, അങ്ങനെ ഓരോ പ്രാവശ്യം ഇന്നർ ലൂപ്പിൻ്റെ പ്രിൻറ്റിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ പ്രിൻ്റ് എഫ് /n എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ലൈനിലോട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞ് ലെസ് ദാൻ റോസ്, ഈ 5നേക്കാൾ താഴെ ആകുന്നത് വരെയാണ് ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആകും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഈസി ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത് നമ്പറാണ്. നമ്പേഴ്സ് എങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം %d എന്ന് ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് കോമ എന്ത് പ്രിൻ്റ് ചെയ്താൽ മതി, നമുക്ക് ഇപ്പോൾ ഐൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം 0, 1 അങ്ങനെയല്ല. ഓക്കെ, നമുക്ക് 1ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് I+1 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഐൻ്റെ വാല്യൂ അനുസരിച്ചാണ്. ഐൻ്റെ വാല്യൂ ഇപ്പോൾ ഈ ഒരു കോളത്തിൽ എന്ന് പറയുന്നത് 1 ആയിരുന്നു ഫസ്റ്റ്.
സെക്കൻഡ് ടൈം വന്നപ്പം അതിൻ്റെ വാല്യൂ 2 ആണ്, കാരണം 2 വരെ ഐ എത്തിയിട്ടുള്ളൂ. തേർഡ് ടൈം തേർഡ് കോളം വരെയാണ് ഐ എത്തിയത്. ഓക്കെ, അതിനനുസരിച്ച് ഇന്നർ ലൂപ്പ് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജെൻ്റെ കോളത്തിനനുസരിച്ചിട്ട് നമുക്ക് നമ്പർ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഐനെ നമുക്ക് ജെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജെയുടെ വാല്യൂ എന്താണോ അതിനനുസരിച്ചായിരിക്കും പ്രിൻ്റ് ആവുന്നത്. ഓക്കെ, ഈ ഒരു കോളത്തിൽ കണ്ടോ, ജെ ഇൻക്രിമെൻ്റ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നമ്പേഴ്സിൻ്റെ പ്രിൻറ്റിങ്ങും ഓക്കെ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കാൻ പോകുന്നത് ആൽഫബറ്റാണ്. ഓക്കെ, അപ്പോൾ ആൽഫബറ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ജെ ഇതിൽ നമ്പേഴ്സിൻ്റെ വാല്യൂ ആയിരിക്കും ജെയിലും ഐയിലും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് നമുക്ക് എ എന്ന് തന്നെ പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇവിടെ എ എന്ന് പ്രിൻ്റ് ചെയ്യിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക, കാരണം ഇവിടെ %d ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൽഫബറ്റ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, ഒരു നമ്പർ വാല്യൂ ആയിരിക്കും. അതായത് ASCII വാല്യൂ എന്നാണ് അതിന് പറയുന്നത് ആൽഫബറ്റിൻ്റെ. അത് എൻ്റെ വാല്യൂ എത്ര വരുന്നത് 65 ആണ്. ഓക്കെ, നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് 65 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 65 അല്ല പ്രിൻ്റ് ചെയ്യേണ്ടത്, എ എന്ന് പറയുന്ന കറക്റ്റ് ആൽഫബറ്റാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് %d ഒഴിവാക്കിയിട്ട് %c എന്ന് പ്രിൻ്റ് ചെയ്യിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, എല്ലാം എ എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ എൻ്റെ കൂടെ ഒരു വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ബി എന്ന് പ്രിൻ്റ് ആവും. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ബി എന്ന് പ്രിൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്ന് നമ്പർ അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഏതാണോ നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത് അത് പ്രിൻ്റ് ചെയ്യിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്, ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഐ എന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഐൻ്റെ വാല്യൂ അനുസരിച്ചായിരിക്കും നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ, എ ബി ബി അതുപോലെ സി സി ഡി ഡി ഇ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ഓക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ റോസും കോളും എന്താണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ബാക്ക് പോയിട്ട് അതൊന്നുകൂടി കൺഫേം ആക്കിയിട്ട് വരാം. ഇവിടെ നമ്മളിനി ജെ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ജെൻ്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ഇവിടെ പ്രിൻ്റ് ആകുന്നത്. ഓക്കെ, ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എ ബി സി. ഓക്കെ, കണ്ടോ, എ ബി സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇവിടെ ആൽഫബറ്റ് സ്ട്രിങ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ASCII വാല്യൂ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. പലരും അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ASCII വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, 65 ആയിരുന്നു. ഓക്കെ, 65 + j യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നുണ്ടോ നോക്കാം. അതെ, സെയിം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്കിപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമുക്കിവിടെ ഐന് പകരം ജെന് പകരം ഐ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെയാണ് ഔട്ട്പുട്ട്. ഓക്കെ, ഇതിൻ്റെ എ ബി ബി സി സി അതുപോലെ നേരത്തെ കിട്ടിയ അതുപോലെ സെയിം ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സ്മോൾ ലെറ്റേഴ്സിലുള്ള ആൽഫബറ്റ് പ്രിൻ്റ് ചെയ്യിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടി ചെയ്യേണ്ടത് ഓക്കെ %c എന്ന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നതിൻ്റെ ASCII വാല്യൂ എത്രയാണ്, 97 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 97 ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എല്ലാം സ്മോൾ ലെറ്റർ എ ആയിരിക്കും കിട്ടുന്നത്, നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ എല്ലാം എ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഐനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും വാല്യൂ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സെയിം ലൈക്ക് ജെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജെനനുസരിച്ചായിരിക്കും വാല്യൂ പ്രിൻ്റ് ആകുന്നത്. എ ബി സി ഡി ഇ. ഓക്കെ, കറക്റ്റായിട്ട് ഇത് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്യാം, അതല്ല നമുക്ക് സ്ട്രിങ് ആയിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് വരുന്നത് %C എന്നാണ്. അതുപോലെ %D എന്ന് യൂസ് ചെയ്യുന്നത് നമ്പേഴ്സിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഓക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള പാറ്റേൺസ് പ്രിൻറ്റിങ് എല്ലാം Cയിൽ നമുക്ക് വരുന്ന വീഡിയോസിൽ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.